മലയാള സിനിമാ ഹാസ്യത്തിന്റെ നിലവാരമുയർത്തിയത് ശ്രീനിവാസനാണെന്ന് നടൻ ജഗദീഷ്. ലൈംഗിക ചുവയുള്ള ഒരു ഡയലോഗ് പോലും ശ്രീനിവാസൻ ഹാസ്യത്തിനായി എഴുതിയിട്ടില്ല. മലയാള സിനിമയ്ക്ക് നിരവധി സംഭാവനകളും അദ്ദേഹം നൽകി. എന്നാൽ ശ്രീനി അർഹിച്ചത് തിരിച്ചു നൽകാൻ മലയാളത്തിന് കഴിഞ്ഞില്ല. തിക്തമായ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം കഥകൾ എഴുതിയെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ, അതിനപ്പുറം ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് മലയാളം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പറയാം, മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അശ്ലീല ചൊവ്വയുള്ള, ഡബിൾ മീനിങ്ങുള്ള ഒരു സംഭാഷണം പോലും അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല. ഒരു എന്താ പറയുക, തലച്ചോറിൻ്റെ ഹാസ്യമാണ്, ഒരുപാട് ആലോചിച്ചിട്ട് എഴുതുന്ന ഹാസ്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പേപ്പർ ചുരുട്ടുകുറ്റി അവിടെ നിലത്ത് കിടക്കുന്നതാണ്. എഴുതി റിഫൈൻഡാക്കി കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നാൽ ഇമോഷണലായിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അദ്ദേഹം എഴുതും, പെട്ടെന്ന് എഴുതും, അത് സീൻ റെഡിയാണ്. പിന്നെ അത്ഭുതകരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് സീൻ ഓർഡർ എന്നുള്ളത് 1 to 100 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവില്ല. ആദ്യ ദിവസം എഴുതുന്നത് ചിലപ്പോൾ 100ാമത്തെ അല്ലെങ്കിൽ 98ാമത്തെ സീനിൻ്റെ ഡയലോഗ്സ് എഴുതും. അത്രയ്ക്ക് മനസ്സിൽ പതിപ്പിച്ചാണ് എഴുതുന്നത്. അപ്പോൾ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ, ശ്രീനിവാസൻ്റെ ഹാസ്യം എന്ന് പറയുന്ന നേരത്ത് അതേപോലെ ഒരു ഹാസ്യമില്ല. അപ്പം മലയാളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ജീനിയസുകളിൽ ഒരാളാണ്. ഈ പ്രേക്ഷകരുടെ നിലവാരം ഉയർത്തുന്ന പ്രതിഭകൾ അത് അപൂർവമേ മലയാള സിനിമയിലുള്ളൂ. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ്റേത്.